ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഈദ് മുബാറക് ഓൾ. അപ്പോൾ നാളെ നമുക്ക് പെരുന്നാളാണ് ഇൻഷാ അല്ലാ. അപ്പോൾ നാട്ടിൽ ഇനി എന്തായാലും മറ്റന്നാളോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമെല്ലാമായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിതാ പെരുന്നാളിന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് നല്ല കിടലൻ പുഡിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ നോക്കാം. അപ്പോൾ ഞാനൊരു റാഫലോ പുഡിങ്ങും ഒരു ട്രിഫിൾ പുഡിങ്ങും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ രണ്ട് ജെല്ലി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഒരു മാംഗോ ജെല്ലിയും പിന്നെ സ്ട്രോബെറി ജെല്ലിയും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളക്കുന്ന സമയത്ത് നമ്മുടെ ഈ ജെല്ലി പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതൊരു ബൗളിലോട്ട് ഒഴിക്കുക. ഇതൊന്ന് ചൂട് പോയി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതാ സ്ട്രോബെറി ജെല്ലി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ചൂട് പോകുന്ന വരെ ഒന്നവിടെ മാറ്റി വെക്കാം. ഇനി ഇതേപോലെ തന്നെ മാംഗോ ജെല്ലിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതാ ഒരു സെയിം പാത്രത്തിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് തിളക്കുമ്പോൾ ആ ഒരു പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി വേറൊരു ബൗളിലോട്ട് ഇതും അങ്ങ് ഒഴിച്ച് വെക്കാം. അങ്ങനെ ഇത് രണ്ട് ജെല്ലി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂട് പോകുന്നവരെ ഇവിടെ പുറത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം അങ്ങനെ ആ ജെല്ലി അവിടെ നിന്ന് സെറ്റാകട്ടെ. ആ സമയം കൊണ്ട് നമുക്കിത് ഒരു വിപ്പിംഗ് ക്രീം റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാനിത് രണ്ട് പുഡിങ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു 4 പാക്കറ്റ് ക്രീമും എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുഡിങ്ങിലാണെങ്കിൽ ഇങ്ങനെ ഈ 2 എണ്ണം മതിയാവും. അപ്പം ഞാനിത് രണ്ടിനും കൂടി വേണ്ടി ആക്കുന്നത് കൊണ്ട് അപ്പോൾ 4 എണ്ണം എടുത്തിട്ട് ഇനി ഇതൊരു കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ബൗളിലോട്ട് ഈ പൊടിയെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു അരക്കപ്പ് തണുത്ത പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. പുഡിങ്ങിൻ്റെ സാധനം ഇതാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു ട്രിഫിൾ പുഡിങ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം ഒരു കസ്റ്റേർഡ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് പാല് എന്താ പറയുക ഒരു പാത്രത്തിൽ ഒഴിച്ച് ചൂടാക്കി. അപ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് തണുത്ത പാലിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കിയിട്ട് പാലൊന്ന് തിളക്കുന്ന സമയത്ത് ഈ കസ്റ്റേർഡ് കലക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കസ്റ്റേർഡെല്ലാം ഉണ്ടാക്കുക എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഇനി ഇത് ഒഴിച്ചതിന് ശേഷം കൈ വെക്കാണ്ടൊന്ന് ഇളക്കണം ചെറിയ തീയിൽ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് തന്നെ വേണമെന്നില്ല, പഞ്ചസാര ആയാലും മതി. മധുരം എത്ര വേണോ നോക്കിയിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി. ഇത് അധികം കട്ടിയാവുമെന്ന് വേണ്ട, കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പുഡിങ് റെഡിയാക്കുന്ന ആ ഒരു ട്രേയിലോട്ട്
ഒരു സ്പഞ്ച് കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും കേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ബ്രെഡ് വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പം ഞാനിതാ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൊരു കേക്കായിരുന്നു, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിതാ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരിയ അധികം കട്ടിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്യുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് ട്രേയിൽ ഫുള്ളാക്കി ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം, ഒന്ന് കേക്കെല്ലാം ഒന്ന് സോക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചാലും മതി, എല്ലാം കേക്കെല്ലാം ഒന്ന് വെറ്റായിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഓറഞ്ച് ജ്യൂസെല്ലാം ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സാണ്. ഞാനിതാ ഒരു ആപ്പിള്, കുറച്ച് ഗ്രേപ്സും ഒരു മാംഗോവും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം, കിവിയോ സ്ട്രോബെറിയോ അല്ലെങ്കിൽ അനാർ, അങ്ങനെ എന്ത് വേണമെങ്കിലും. പൈനാപ്പിൾ എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പഞ്ചസാര ഇട്ടൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇടാം. അപ്പോൾ അതും അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ജെല്ലിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ ജെല്ലിയെല്ലാം ഞാനിങ്ങനെ ഒന്ന് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് തന്നെ എല്ലാം വേണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങളെ കയ്യിലുള്ള ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമില്ല, അതിട്ടാലും മതി. നിങ്ങൾക്കിനി വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക, ഡേറ്റ്സോ പിന്നെ കുറച്ച് നട്ട്സ്, കുറച്ച് ആൽമണ്ട്സ്, അതെല്ലാം വേണമെങ്കിൽ ചോപ്പ് ചെയ്തിട്ടിടാം. ഇപ്പോൾ കേക്കെല്ലാം ഇതാ സെറ്റായിട്ടുണ്ട്, ആ ഒരു ജ്യൂസിൽ കിടന്ന് നല്ലോണം സോക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ അവിടെ ബാക്കി വെക്കുന്നുണ്ട്, അതൊന്ന് ലാസ്റ്റ് മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ബാക്കി വെച്ചാൽ മതി. ഫ്രൂട്ട്സ് ഇട്ടിട്ടെല്ലാം ഒന്ന് എന്താ പറയുക, എല്ലായിടത്തും ഒന്ന് നിരത്തി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേലെ 2 ജെല്ലി ഇട്ടിട്ട് അതും ഒന്ന് ഫുള്ളായിട്ട് എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം ഒന്ന് തട്ടിക്കൊടുത്തെല്ലാം ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 3-4 മണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും, ഈ കസ്റ്റേർഡ് ഒന്ന് സെറ്റായിട്ട് വരണം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിതാ അത് സെറ്റായിന്ന് വിചാരിച്ചിട്ട് എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴേക്കും അറിഞ്ഞത് നല്ലോണം ഒന്നും സെറ്റായിട്ടില്ല എന്ന്, കുറച്ച് തിരക്ക് കൂടിപ്പോയുണ്ട്. അപ്പോൾ ഇതങ്ങനെ ക്രീമെല്ലാം എങ്ങനെയല്ലോ മേലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നിങ്ങൾക്കിതാ ഫ്രൂട്ട്സും പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ജെല്ലിയും കട്ട് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ ട്രിഫിൾ പുഡിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് റാഫലോ പുഡിംഗാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ, ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട്, ഇതൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം.
അപ്പം ഞാനിതൊന്ന് അവനിൽ വെച്ചിട്ട് ഒരു സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുത്ത് ഒന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഇതാ ബാക്കി വന്ന നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, വിപ്പിംഗ് ക്രീം, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് നമ്മളിതാ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജെലാറ്റിൻ ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ്, നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടെല്ലാം ഇടുമല്ലോ, അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു മധുരത്തിനും കൂടി വേണ്ടിയിട്ട് നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്, ഇതെല്ലാം ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ടെല്ലാം ഒന്ന് മിക്സ് ആക്കുക. ഇനി ഇതാ ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ടതിന് ശേഷം കൂടുതലൊന്നും ബീറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആകുന്ന വരെ കുറച്ചൊന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ എല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഞാനിതാ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് അല്ല, ഇതൊരു കുക്കീസ് ആൻഡ് ക്രീമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഇട്ടിക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റെല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് വെറുതെ ഒന്ന് കണ്ടതുകൊണ്ടൊന്ന് ഇടുന്നതെന്ന് മാത്രം. കുറച്ച് പിന്നെ കടിക്കുന്ന പോലെ ഒന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ടോ എന്താ പറയുക ഗ്രേറ്റ് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ പറയുക ഉള്ളത് കൊണ്ട് വെറുതെ ഇടുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇടണമെന്നൊന്നും. ഇട്ടിട്ടില്ലെങ്കിലും പുഡിങ് നല്ല ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഇതാ ആ ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ട്രേയിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന പോലത്തെ പുഡിങ്ങൊന്നുമല്ല, ഇങ്ങനെ കോരി നമ്മളിങ്ങനെ ഒരു ക്രീമി സ്ട്രക്ചറായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടാകാൻ. ഇനി എല്ലാം ഒന്ന് ലെവലാക്കി കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഇത് ശരിക്കും ഒരു 5-6 മണിക്കൂർ വെച്ച് നല്ലോണം തണുത്തിട്ട് കഴിക്കണം. ഇനി എന്നിട്ടൊന്ന് സെറ്റായി വന്നാൽ നിങ്ങൾക്കിത് മേലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെ തന്നെയും കഴിക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഞാനിപ്പോൾ ഇത് റാഫെല്ലോ ചോക്ലേറ്റും ആൽമണ്ടും എല്ലാം ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യണമെന്നൊന്നും ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റാഫെല്ലോ ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ആ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലേ, അതിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ച് ഉരുട്ടി ഒരു ബോൾ പോലെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ 2 പുഡിങ്ങും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പെരുന്നാളിൻ്റെ വിശേഷങ്ങളും എന്താ പറയുക എല്ലാം കൂടി ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. അപ്പോൾ എന്തായാലും ഈ പെരുന്നാളിന് നിങ്ങൾ എല്ലാവരും ഈ പുഡിങ് തന്നെ ഉണ്ടാക്കി നോക്കുക. രണ്ടും നല്ല അടിപൊളി പുഡിങ്ങാണ്, വളരെ സിമ്പിളാണ്, അത്ര വലിയ പണിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും അടുത്ത പെരുന്നാളിൻ്റെ വിശേഷങ്ങളെല്ലാം ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.